എൻ്റെ അടുത്ത് ലാസ്റ്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് നൽകി എന്നെ കബളിപ്പിച്ചു. മടപ്പള്ളിയിൽ വീട് ജപ്തി ചെയ്യാനുള്ള ബാങ്കിന്റെ നീക്കത്തിൽ പ്രതിഷേധം. മടപ്പള്ളി സ്വദേശി VM മൻസൂറിന്റെ വീട് ജപ്തി ചെയ്യാനുള്ള കേരള ബാങ്കിന്റെ നടപടിയിലാണ് കടക്കെണി വിമോചന മുന്നണി നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചത്. മടപ്പള്ളി കോളേജിനടുത്ത് മൻസൂർ കൈയുടെ വീട് ലോൺ എടുത്തതിന്റെ പേരിൽ കേരള ബാങ്ക് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ജനങ്ങളുടെ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള ബാങ്ക് മൻസൂർ കൈയുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഒറ്റക്കെട്ടായി തടയുക. ലോണെടുത്ത സംഖ്യയേക്കാൾ എത്രയോ ഇരട്ടി വിലയും മൂല്യവുമുള്ള ജനങ്ങളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുന്നത് കൊടും കൊള്ളയാണ്. ജനങ്ങളെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ 42 ലക്ഷം കോടി രൂപ ബാങ്ക് വായ്പ എഴുതിത്തള്ളിയ ഭരണകൂടമേ, ജനങ്ങളുടെ മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളാൻ തയ്യാറാവുക. ജനങ്ങളുടെ കടക്കണിക്ക് കാരണം ജനങ്ങളല്ല, പുത്തൻ കൊളോണിയൽ മുതലാളിത്ത വ്യവസ്ഥ. İnkılap Zindabad, İnkılap Zindabad, KVM Zindabad, KVM Zindabad, KVM Zindabad, KVM Zindabad. കുത്തക ഭീമൻ കോർപ്പറേറ്റുകളുടെ 42 ലക്ഷം കോടി രൂപ എഴുതി തള്ളിയ സർക്കാരെ പാവപ്പെട്ടവരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യും ബാങ്കുകൾ ഇതെന്ത് ന്യായം, ഇതെന്ത് രീതി? പ്രതികരിക്കുക സോദരരെ. KVM സിന്ദാബാദ്, KVM സിന്ദാബാദ്. മൻസൂർ കേരള ബാങ്കിൽ നിന്നും 50 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. 37.5 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. 2017 കേരള ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ ബിസിനസ് ആവശ്യത്തെ എടുത്തതാണ്. പിന്നെ ഭർത്താവിന് കച്ചവടമായിരുന്നു, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലേക്കാണ് എടുത്തത്. പക്ഷേ അതിന് ശേഷം അത് കൃത്യമായി അടച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഭർത്താവിന് അസുഖം ബാധിച്ചു. പിന്നെ അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ കൊറോണ വന്നു, കച്ചവടം അടച്ചു പൂട്ടേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ഭർത്താവിന് ഇപ്പോൾ അറ്റാക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ കേരള ബാങ്ക് ഞങ്ങളുടെ അടുത്ത് തീരെ സഹകരിക്കുന്നില്ല. അവിടുത്തെ മാനേജർ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല, കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ 3-4 മണിക്കൂർ അവിടെ ഇരുത്തി പിന്നെ എന്നെ ടോർച്ചർ ചെയ്തു. എൻ്റെ അടുത്ത് ലാസ്റ്റ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നൽകി എന്നെ കബളിപ്പിച്ചു. പിന്നെ എൻ്റെ മാത്രമല്ല, കുറേ ആൾക്കാർ ഇതുപോലെ ബാങ്കിൻ്റെ ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. ഞങ്ങൾ 37 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ബാങ്കിൻ്റെ അടുത്ത് ഒരു തവണ ഞങ്ങളുടെ അടുത്ത് ബാങ്ക് പറഞ്ഞു ഞങ്ങൾക്ക് OTS തരാം, 5 ലക്ഷം രൂപ ഒരുമിച്ച് അടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ 5 ലക്ഷം രൂപ ഒരുമിച്ച് അടച്ചു. അത് എൻ്റെ സുഖമില്ലാത്ത അനിയത്തിൻ്റെ ഭർത്താവാണ് അടച്ചത്. അവനിപ്പോൾ ഇല്ല, അവൻ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ ഉപ്പാക്ക് അസുഖം ബാധിച്ചു. ഉപ്പ ഇപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ഭീഷണിയും എല്ലായിട്ട് നമ്മൾ ശരിക്കും ആത്മഹത്യ ചെയ്യേണ്ടതാണ്. പക്ഷേ KVM മുന്നണി പറഞ്ഞു നിങ്ങൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ KVMൻ്റെ ധൈര്യത്തിലാണ് ഇപ്പം ഞാനും കുടുംബവും ജീവിച്ചു പോകുന്നത്. 50 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ പോവാണെന്നാണ് അവന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 1 കോടി രൂപ അന്ന് ബാങ്ക് വാല്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഈ പ്രോപ്പർട്ടി 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നത്. പക്ഷെ അവനിപ്പോൾ പറയുന്നത് 50 ലക്ഷം രൂപയ്ക്ക് അവൻ ലേലത്തിൽ വിൽക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോൾ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്ത് പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്
ബാങ്ക് ജപ്തി ചെയ്യുമെന്ന ഭീഷണിയെ തുടർന്നാണ് കടക്കെണി വിമോചന മുന്നണി പ്രവർത്തകർ തടയാനെത്തിയത്. കടക്കെണി വിമോചന മുന്നണി സംസ്ഥാന സെക്രട്ടറി കാരായി ആരുഷ്, ജില്ലാ പ്രസിഡന്റ് KPK കാരശ്ശേരി, വൈസ് പ്രസിഡന്റുമാരായ സജീവൻ, പുഷ്പരാജ്, വടകര താലൂക്ക് പ്രസിഡന്റ് പ്രശാന്ത്, സെക്രട്ടറി അനിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം മണ്ടോപ്പാറ ഗോപാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജപ്തിക്കെതിരെ സമരം നയിച്ചത്. ഈ വീട് കേരള ബാങ്ക് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കേരള ബാങ്കിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ജപ്തി ചെയ്യരുത്, ഞങ്ങൾക്ക് സാവകാശം വേണം. അപ്പോൾ അതൊന്നും അവർ കേൾക്കുന്നില്ല. അവർ ഇന്ന് ജപ്തി ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് നമ്മളോട് അറിയിച്ചു. അപ്പോൾ നമ്മളെ മുമ്പിൽ തടയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ജനങ്ങളുടെ വീടും ഇരിക്കുന്ന സ്ഥലവും വീടും ജപ്തി ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ പാലിക്കാതെ ബാങ്കുകാർ സംസ്ഥാന വ്യാപകമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നൊരു സമീപനമാണ് ഉള്ളത്. വടകര താലൂക്കിൽ മാത്രം 4000-ഓളം കുടുംബത്തിന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ വിവരാശ പ്രകാരം അറിഞ്ഞ അവസ്ഥയിൽ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിട്ട്, കടക്കണി വിമോചന മുന്നണിയെ സംബന്ധിച്ചിട്ട് ജനങ്ങൾക്ക് കടക്കണി ഉണ്ടാകുന്നതിൻ്റെ കാരണം ജനങ്ങളുടെ കാരണമല്ല, മറിച്ച് കൊറോണ പോലുള്ള വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അല്ലെ മറ്റു പല മേഖലയിലുമുള്ള സാമ്രാജ്യത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും കൊള്ളയുടെ ഭാഗമായിട്ട് ആ മേഖലയിലേക്ക് ജനങ്ങൾ പ്രവേശിക്കുമ്പോൾ ജനങ്ങൾക്ക് ചിലവേറിയതായി മാറുകയും ജനങ്ങൾ കടക്കണിയിൽ പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ കടക്കണിയിലാകുന്നതിന് കാരണം ജനങ്ങളല്ല എന്നുള്ള ശാസ്ത്രീയപരമായ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ജപ്തി ചെയ്യരുത്, ജനങ്ങളുടെ ജപ്തി ചെയ്യരുത് എന്നുള്ള നിലപാട് നമ്മൾ ഉറക്കെ പിടിച്ചുകൊണ്ട് ജപ്തി തടയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു സമരം ജപ്തി ചെയ്ത വീട് തിരിച്ചു പിടിക്കുക എന്നുള്ള സമരമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒരു 10-60 കൊല്ലം മുമ്പേ ജനങ്ങളുടെ വീടൊക്കെ ജപ്തി ചെയ്യുന്ന ജമ്മിത്തത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് തിരിച്ചു വരികയാണ് കോർപ്പറേറ്റുകളുടെയും സാമ്രാജ്യത്തിൻ്റെയും താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട്. കാരണം നമുക്കറിയാം, കോർപ്പറേറ്റുകളുടെ 42 ലക്ഷം കോടി രൂപ ബാങ്ക് വായ്പ എഴുതിത്തള്ളിയ നാടായത്. അതേസമയം ജനങ്ങളുടെ ഒരു നയാ പൈസ പോലും എഴുതിത്തള്ളിയിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ അത്രയൊന്നും ജനങ്ങളുടെ കടവില്ല. എന്നിട്ടും ജനങ്ങളുടെ കടം എഴുതിത്തള്ളാതെ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ നിരന്തരം എഴുതിത്തള്ളുന്ന സംവിധാനങ്ങൾ എന്നുള്ളത് ജനങ്ങൾ വ്യാപകമായിട്ട് ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതൊരു സമരമാണ്, കോർപ്പറേറ്റുകൾക്കും സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ആത്യന്തികമായുള്ള സമരത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ജപ്തി വിരുദ്ധ സമരവും അതുപോലെ തന്നെ ജപ്തി തടയൽ സമരവും എന്ന് നമ്മൾ ഉറക്കെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും നമ്മുടെ ഈ സമരത്തിൻ്റെ അകത്ത് മാനസികമായ പിന്തുണയുണ്ടെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ